കൈലാസ യാത്ര എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച യാത്രയല്ല. പക്ഷെ മാനസരോവർ എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ ഭാഗമാണ് എന്ന് പറയണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ബ്രഹ്മാവിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട ആ മാനസ സരസിൻ്റെ ഒരു പേര് എന്നിലേക്ക് തരുമ്പോൾ എന്തോ എനിക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പം അതാണ് എൻ്റെ മുൻപിലോട്ട് പോകാനുള്ള പ്രചോദനം. നമ്മുടെ പദ്ധതിയെ ഓടിച്ചു, പുള്ളിയില്ല, പിന്നെ ഞാൻ തന്നെ പോകണം. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, അതിന് മുൻപേ തന്നെ ഭഗവാൻ നമ്മളെ രക്ഷിക്കുകയായിരുന്നു, സംരക്ഷിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് പലരും വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റാതെയായി, പലരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി. നമ്മുടെ കൺട്രോളിലല്ല എന്ന് നമുക്ക്. അപ്പോൾ ഇവിടെ ആഹാരം നമുക്ക് ഈ പോലീസിനോടൊക്കെ ആഹാരം തരുമോ, ഇതൊക്കെ നമുക്ക് അറിയില്ലല്ലോ. ഭാഷയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു ഒപ്പിച്ചാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ വലിയ സ്നേഹത്തോടെ കാര്യത്തോടെയൊക്കെ ചെയ്യുമ്പോഴും ആ സ്നേഹത്തിൽ നമ്മൾ കാണുന്നത് അമ്മയുടെ സ്നേഹമാണ് നമുക്ക് തരുന്ന ആഹാരം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഞങ്ങൾക്ക് വീണ്ടും കിട്ടിയില്ല. വീണ്ടും ഞങ്ങൾ തിരിച്ചവിടെ സ്റ്റേ ചെയ്തു. പിന്നെ പിറ്റേ ദിവസമാണ് ചൈന ബോർഡറിൽ നിന്ന് പോകാൻ പറ്റുന്നത്. അപ്പോൾ എന്തായിരുന്നു വിഷയം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര തിരക്കാണ്. അതായത് എല്ലാ 12 വർഷവും കൂടുന്ന സമയത്ത് ഹോഴ്സ് ഇയർ എന്ന് പറയും ഈ ബുദ്ധ ട്രഡീഷനിൽ. അതിന് ഭയങ്കര പവർഫുള്ളാണ്. അതായത് സ്പിരിച്വൽ എനർജി കൂട്ടുന്ന, നമ്മളിലെ കറേജ് കൂട്ടുന്ന, അങ്ങനെയൊക്കെ കുറേ തലങ്ങളിലേക്ക് ഉയർത്തുന്ന ഒരു പിൽഗ്രിമേജാണ് ഈ 12 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന ഹോഴ്സ് ഇയറിൽ നടക്കുന്നത്. അപ്പോൾ സാധാരണ വർഷങ്ങളിൽ പോകുന്നത് പോലെയല്ല ഈ വർഷം നടത്തുന്ന പിൽഗ്രിമേജും ഈ പരിക്രമണയ്ക്കൊക്കെയുള്ള പ്രാധാന്യം ഇതറിഞ്ഞതുകൊണ്ടായിരിക്കണം ഈ ആളുകളെല്ലാം ഈ വർഷം ഒരുപാട് പേര് പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് അവർ ആ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ബോർഡറിൽ കടന്നു, അതിനുശേഷം പിന്നീട് യാത്രയായി. ശരിക്കും അപ്പോഴത്തേക്ക് പലരും വീണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പറ്റാതെയായി, പലരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങി. നമ്മുടെ കൺട്രോളിലല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പേടിയുണ്ട്. ഇനി നമുക്ക് എപ്പോഴാണ് വരുന്നത്, ഈ ഓക്സിജൻ എടുക്കാൻ പറ്റാതെ വരുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് HP കുറവാണ്. എന്നോട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഓക്സിജൻ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സത്യം പറയാമെങ്കിൽ ഈ കൈലാസ യാത്ര എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച യാത്രയല്ല. പക്ഷെ മാനസരോവർ എന്ന് പറയുന്നത് എൻ്റെ ജീവൻ്റെ ഭാഗമാണെന്ന് പറയണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഈ ഒരു ഹീലിംഗ് സൈക്കോളജി മേഖലയിലേക്ക് കടന്ന സമയത്ത് എൻ്റെ സ്ഥാപനത്തിനിട്ട പേര് പുനർജനി എന്നാണ്. എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ. അന്ന് എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ മുൻപിലേക്ക് വരുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ എനിക്ക് പറ്റണം. അപ്പോൾ ആ അർത്ഥത്തിലാണ് പുനർജനി എന്ന് കൊടുത്തത്. പക്ഷേ കുറേ നാളിന് ശേഷം ഈ പുനർജനി കുറേ ആളുകളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പേര് ഒരുപാട് പേർക്കുണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽസിനുണ്ട്, പല പല കൗൺസിലിംഗ് സെൻറ്റേഴ്സിനുണ്ട്. അപ്പം നമ്മളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഇല്ല ഇതിന്. അപ്പോൾ ട്രേഡ് മാർക്ക് എടുക്കാൻ നോക്കിയപ്പോഴും ഇത് വേറൊരു ഹോസ്പിറ്റലിനുള്ളത് കാരണം നമുക്ക് കിട്ടുന്നില്ല. അവിടെയും നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നു. അന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി ഇരുന്നു, ഇനി എന്ത് പേരോട്. ഇപ്പോൾ ഒത്തിരി പേരുകൾ നോക്കിയിട്ട് ഒന്നും അങ്ങോട്ട് നല്ലതായിട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ളൊരു സാറ് പറഞ്ഞു, ശ്രീ പ്രഭാകര സിദ്ധയോഗികളുടെ അദ്ദേഹത്തിൻ്റെ സമാധി മണ്ഡപമുണ്ട് ഓമല്ലൂർ. അവിടെ ഒരു മെഡിറ്റേഷൻ പ്ലേസ് ഉണ്ട്, ഒരു ശിവൻ്റെയും ശക്തിയുടെയും ഒരു സെൻറ്റർ ഉണ്ട് ആ ഒരു മലയിൽ. അപ്പോൾ അവിടെ പോയി മെഡിറ്റേഷൻ ചെയ്താൽ നല്ലതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിലുള്ള 2-3 പേരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ പറഞ്ഞാൽ അവിടെ എന്ത് നമ്മൾ ഇൻറ്റൻഷൻ കൊടുത്താലും നമുക്ക് അതിനുള്ളൊരു ഉത്തരം മനസ്സിൽ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രാവശ്യം ഞാൻ പോയപ്പം എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊടുത്തത്, ഇതെൻ്റെ ജീവിതമാണ് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ആത്മാവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അതിന് പറ്റുന്ന എന്തിനു വേണ്ടിയാണോ ആ സോളിൻ്റെ മിഷൻ, അതിന് വേണ്ടിയുള്ളൊരു പേരെനിക്ക് തരണേ എന്നുള്ളതാണ് മെഡിറ്റേഷന് ഞാൻ കൊടുത്തത്. ആ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എഴുതി വന്ന പേരാണ് മാനസരോവർ. എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ അത്രയേ ഉള്ളൂ എൻ്റെ സ്പിരിച്വാലിറ്റി. മാനസരോവറിനെ കുറിച്ചോ കൈലാസത്തിനെ കുറിച്ചോ ആഴത്തിലുള്ള ഒരു അറിവും എനിക്കില്ല. അപ്പോൾ ഈ മാനസരോവർ എന്ന് പറഞ്ഞൊരു പേരിങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, എന്തു ഈ മാനസരോവർ എന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ, അറിവുള്ളൂ. അപ്പോൾ അവരും അതൊക്കെ തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം എന്താന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് കൈലാസത്തിലെ ആ മാനസ സരസ് എന്ന് പറയുന്ന തടാകമാണെന്നും അവിടെ ദേവതകളുടെ പുണ്യഭൂമിയാണ്, രാവിലെ അതൊരു മെഡിറ്റേഷൻ പ്ലേസ് ആണെന്നും ഒക്കെയുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ ആ മാനസരോവർ എന്നുള്ള പേര് പിന്നെ കൊടുത്ത് ട്രേഡ് മാർക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ കിട്ടി. അതോടൊപ്പം പുനർജനിയുടെ പേരും കിട്ടി.
അങ്ങനെ ഈ മാനസരോവർ എന്ന് പറയുന്ന പേരിലേക്കാണ് പിന്നെ ആളുകൾ എത്താൻ തുടങ്ങിയത്. പിന്നെ പതുക്കെ പതുക്കെ എൻ്റെ മനസ്സിൽ ചില യാഥാർത്ഥ്യങ്ങൾ കിട്ടി. മാനസ സരസ് എന്ന് പറയുന്നത് ഓരോ ആത്മാവും സ്വയം തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണ്. ആ നിശ്ചലതയിൽ ശരിക്കും മാനസ സരസ് എന്ന് പറഞ്ഞാൽ അത്രയും നിശ്ചലമായൊരു തടാക. ആ തടാകത്തിലേക്ക്, അത് നമ്മുടെ മനസ്സ് പോലെയാണ്. ആ മനസ്സ് നിശ്ചലമായാൽ മാത്രമേ നമുക്ക് നമ്മെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് അർത്ഥമുണ്ട് ഈ മാനസ സരസിന്. അപ്പം ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഇത്രയും വലിയ ഒരു വിഷൻ ചെയ്യാനുള്ള ശക്തി എനിക്കുണ്ടോ എന്ന് വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിന്, ബ്രഹ്മാവിൻ്റെ മനസ്സ് സൃഷ്ടിക്കപ്പെട്ട ആ മാനസ സരസിൻ്റെ ഒരു പേര് എന്നിലേക്ക് തരുമ്പോൾ എന്തോ എനിക്ക് ചെയ്യാനുണ്ടല്ലോ. അപ്പം അതാണ് എൻ്റെ മുൻപിലോട്ട് പോകാനുള്ള പ്രചോദനം. ഒരുപാട് മനുഷ്യർ എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ആ ഒരു മടിയില്ല, എങ്ങനെ വേണേലും ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്നെ പ്രപഞ്ചമേൽപ്പിച്ച ഒരു പേരാണത്. അവിടെ വരുന്ന മനുഷ്യരെ, ഈ ശരിക്കും സൈക്കോളജി മാത്രമായിരുന്നു എൻ്റെ ഒരു ഏരിയ. അവിടെ നിന്നും പതുക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരികയാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരുവൻ സ്വയം അറിയുന്നത്. അങ്ങനെ പ്രപഞ്ചം തന്നെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഈ മാനസരോവർ എന്നുള്ള പേര് എൻ്റെ മനസ്സിൽ, ആത്മാവിലൊക്കെ കുത്തിവെച്ച പേരാണ്. അപ്പോൾ എനിക്ക് അവിടെ പോകണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബ്രോഷർ കണ്ടു, പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു എന്നാൽ പോയാലോ. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ട്, സൗദിയിൽ വെച്ചിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ പുള്ളിയും പറഞ്ഞു നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോകാനാണ് എല്ലാം കൊടുത്തത്. അവിടെയും കൊടുത്തപ്പോഴും ഞാൻ എന്താ പറയുക, അതാണ് നമ്മുടെ പദ്ധതികൾ നടക്കില്ല എന്ന് പറയുന്നത്. വിസ പെർമിറ്റ് എടുക്കാനും ടിക്കറ്റ് ബുക്ക് ചെയ്യാനും എല്ലാം ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കറക്റ്റായിട്ടൊരു 14 ഡേയ്സിന് മുമ്പ് പാസ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. സൗദിയിൽ നിന്ന് ഒരു തരത്തിൽ വരാൻ പറ്റുന്നില്ല, അവിടെ ബ്ലോക്കായി. അപ്പം ഞാൻ അതുപോലെ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണല്ലോ, അദ്ദേഹം കൂടെ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ടെൻഷനല്ല. അല്ലെങ്കിൽ പിന്നെ ഒരു പരിചയവും ഇല്ലാത്ത മനുഷ്യരുടെ കൂടെ പോകുമ്പോൾ അത് പ്രയാസമല്ലേ. അപ്പം ഇതാവുമ്പോൾ ഹാപ്പിയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് തന്നെ ദൈവം നമ്മുടെ പദ്ധതിയെ ഓടിച്ചു. പുള്ളിയില്ല, പിന്നെ ഞാൻ തന്നെ പോകണം. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ. പിന്നെ 2 ചേച്ചിമാരെ പരിചയമായി, അങ്ങനെ അവരുടെ കൂടെ പോയത് യാത്രയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, പക്ഷേ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ, നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതോർത്ത് വിഷമിക്കാം. അയ്യോ, ഇത്രയും ഞാൻ ആഗ്രഹിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കാം. പലർക്കും വിസ കിട്ടാത്തവരുണ്ടായിരുന്നു, നമ്മുടെ കൂടെ വന്നിട്ട് വിസ കിട്ടാതെ വന്നു. അപ്പോൾ അവിടെയൊക്കെയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പ്രപഞ്ചത്തിനൊരു പദ്ധതിയുണ്ട്. ആ ഒരു സോള് നമ്മൾ കാണുന്ന നമ്മളുടെ ശരീരം കൊണ്ട് നമ്മൾ പോകുന്നു, പക്ഷെ അങ്ങനെയല്ല. ആ ഒരു സോള് ആ ഒരു മണ്ണിൽ, ആ ഒരു എനർജിയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മളെക്കാട്ടിലും മുൻപേ അറിയാവുന്ന ഒരു പ്രകൃതി അല്ലെങ്കിൽ ആ ഒരു ശക്തി ഉണ്ടെന്നാണ് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി. പലർക്കും ആഗ്രഹിച്ചിട്ടും ആ മണ്ണിലേക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചിലപ്പം അവിടെ അവർ വരേണ്ടതല്ല, ആ സമയത്തായിരിക്കില്ല ആ സോൾ അവിടെ എത്തേണ്ടത്. അപ്പോൾ പല തടസ്സങ്ങളിലൂടെ വിഷമമാകും. പക്ഷേ ഈ ഒരു റിയലൈസേഷനിലേക്ക് വന്നാലോ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് മുൻപേ തന്നെ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ഒരുപാട് പേരെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. നമ്മുടെ കൂടെ വന്ന് പലരും പ്രയാസപ്പെട്ടപ്പോഴും ശരീരത്തിൽ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും, അപ്പോഴാ ബുദ്ധിമുട്ട് അനുഭവിച്ചെങ്കിലും അവരെ എനിക്ക് തോന്നുന്നു പ്രപഞ്ചം സംരക്ഷിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഓക്സിജൻ എടുക്കാതെ വന്നാൽ ഏതൊക്കെ തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നറിയോ. ഞാൻ പലരുടെയും കേട്ടിട്ടുണ്ട്, കാർഡിയാക് അറസ്റ്റ് വന്നവരുണ്ട്, അങ്ങനെയൊക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ലല്ലോ, നമ്മൾ വിചാരിക്കും നമ്മൾ ഹെൽത്തിയാണ്. ഇപ്പം എൻ്റെ കേസിൽ തന്നെ ഓക്സിജൻ കിട്ടത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു, അമൃതയിലെ ഡോക്ടർ പറഞ്ഞു പോകുമ്പോൾ സൂക്ഷിച്ചോണം കേട്ടോ, ഓക്സിജൻ കിട്ടില്ല, എവിടെയെങ്കിലും വീഴും. അപ്പോഴും അങ്ങനെ ഇല്ലായിരിക്കുമെന്നേ, ഈ മാനസരോവറിന്റെ പേര് കിട്ടിയെങ്കിൽ ഞാൻ അവിടെ എത്തൂലേ. അങ്ങനെ എന്തോ വളരെ ലൈറ്റായിട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല, ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല. ഞാൻ പോകും, അവിടെ അമ്മ എന്നെ വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മ മൂകാംബിക അമ്മയായിട്ടുള്ള ആ ഒരു സ്നേഹമുണ്ട്. അമ്മ എന്നെ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ പക്ഷെ ഒരു കുഴപ്പമില്ല, ഒരു ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നില്ല. ആദ്യത്തെ ദിവസം അവർ നമുക്ക് എല്ലാവർക്കും ടാബ്ലറ്റ് തരും. ഒരു ദിവസം ആ ടാബ്ലറ്റ് കഴിച്ചു, പിന്നെ ഞാൻ കഴിച്ചില്ല. അല്ലാതെ എനിക്ക് പറ്റും എന്നൊരു തോന്നലുണ്ടായി. ഒരു ഓക്സിജൻ്റെ ഒരു ഇതെടുക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മളുടെ കൂട്ടത്തിലുള്ള പലർക്കും പനിയായി മാറി. എന്ന് വെച്ചാൽ ആ കാലാവസ്ഥ കൊണ്ട്. അപ്പോൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ഒരു തരത്തിൽ പറ്റില്ലല്ലോ. ഇത് ആരെങ്കിലും അടുത്തൂടെ ഒന്ന് തുമ്മിയാൽ പനി പിടിക്കുന്ന ഒരാളാണ് ഞാൻ.
പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അപ്പോൾ ഈ കൂടെ നടക്കുന്നവരും കൂടെ ഇരിക്കുന്നവരും എല്ലാവരും തുമ്മുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ദൈവമേ പനി പിടിക്കോ എൻ്റെ മനസ്സിൽ ചിന്തിക്കും. പനി പിടിച്ച പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ തണുപ്പത്ത്. അങ്ങനെ ചിന്തിക്കുമ്പോഴും എനിക്കൊരു ഹീലേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ട്രൈ ഫ്ലെയിം ഗ്രൂപ്പിൻ്റെ കാര്യം. ഞാൻ അവരോട് പറയും നിങ്ങൾ എന്നെ ഹീൽ ചെയ്തോണേ എന്ന് പറയും. അപ്പോൾ ഇവർ രാവിലെ എഴുന്നേറ്റ് അവരുടെ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടി ആ ഗ്രൂപ്പ് മൊത്തം ഹീൽ ചെയ്യും. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്നതേ ഈ ഹീലിംഗ് ചെയ്തുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഹസ്ബൻഡ് ആണെങ്കിലും വരാനിരുന്ന സമയത്ത് അദ്ദേഹവും വ്രതം എടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാത്തോണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഇരുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ പറയാറില്ലേ, ഈ നമ്മൾ കാണാത്ത ചില അനുഗ്രഹങ്ങൾ, നമ്മൾ കാണാത്ത ചില പ്രാർത്ഥനകൾ, അതും കൂടിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അല്ലാതെ നമ്മളുടെ കഴിവ് മാത്രമല്ല ഒന്നും. തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. ഒരു പനി പോലും പിടിക്കാതെ അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകാതെ എങ്ങനെയൊക്കെയോ കടന്നു. അത്രയും നമ്മുടെ 12 ദിവസം എന്ന് പറഞ്ഞത് 14 ദിവസം 15 ദിവസത്തോളമായി. അപ്പോൾ അത്രയും ദിവസങ്ങളിൽ ഒരു പ്രയാസം ഇല്ലാതെ നമുക്ക് കടന്നു പോകാൻ പറ്റി. പിന്നെ ആ മണ്ണിൽ നമ്മൾ ആരോടൊപ്പം നടക്കണം എന്നുള്ളതെല്ലാം നീതിയാണ്. നമ്മൾ ആ കൈലാസത്തിൽ പോയി മാനസരോവറിൽ ഇറങ്ങിയ ആ ഒരു നിമിഷമുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും മനസ്സിൽ നമ്മൾ പറയില്ല, ചില നിമിഷങ്ങൾ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായില്ല. അത് ചിലപ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ട ആദ്യത്തെ നിമിഷം അതാ, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞിനെയൊക്കെ ആദ്യം കാണുന്നത്, അതൊരിക്കലും മനസ്സിൽ നിന്ന് മാറില്ല. ഇതുപോലെ മാനസരോവറിൽ ആദ്യം ഇറങ്ങിയ ആ മാനസരോവറിലെ ആ നീല ആ നിറവും അതോടൊപ്പം കൈലാസവും ആ ഒരു ഇങ്ങനെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നതും ഒക്കെ കണ്ടൊരു മൊമെൻറ്റ്, അത് എന്താ പറയുക, ഈ ജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ്. അവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഓരോ മനുഷ്യരും എന്നുവെച്ചാൽ വർഷങ്ങളായി കൈലാസം കാണാൻ ആഗ്രഹിച്ച കുറേ അമ്മമാർ, അവരൊക്കെ ഇറങ്ങുന്ന പലരും കരയുക, ആ മണ്ണിലേക്കിരുന്ന് കരയുന്നത്, പിന്നെ കണ്ണുനീരിങ്ങനെ ഒഴുകിയത്. ശരിക്കും ആ കൈലാസത്തിലെത്തിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ. അവിടെ ചെന്ന് നമ്മൾ ആ മാനസ സരോവരം ഇങ്ങനെ കണ്ട് അവിടെ ഇങ്ങനെ ഇവിടെ എത്താൻ കഴിഞ്ഞല്ലോ, ഈ മണ്ണിൽ കാല് കുത്താൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഇതോടെ നിന്ന് തിരിച്ചു കയറി. അപ്പോൾ നമ്മൾ അവിടേക്ക് ഇറങ്ങിയില്ല, മാനസരോവറിൽ ഇറങ്ങിയില്ല, ബസ്സിൽ കയറിയിട്ട് വേറൊരു ഭാഗത്താണ് ഇറങ്ങാൻ പോയത്. ബസ്സിൽ കയറി കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കുമ്പം അവിടെ ഇങ്ങനെ നമ്മൾ പറയാം അരയന്നങ്ങളെ കാണാം, ഇങ്ങനെ ചില പറക്കുന്ന പക്ഷികളുണ്ട്. നോക്കുമ്പോഴെല്ലാം എനിക്ക് ഗോൾഡൻ നിറമാണ് കാണുന്നത്. എന്നുവെച്ചാൽ ആ പക്ഷി പറക്കുന്നുണ്ട്, പക്ഷെ ആ പക്ഷിയെ ചുറ്റി അതിൻ്റെ ഓറ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് കൈലാസത്തിലേക്ക് നോക്കുമ്പം കൈലാസം മഞ്ഞ് മൂടി ഇങ്ങനെ വെളുത്തിരിക്കുക, പക്ഷെ ഞാൻ കാണുന്ന കൈലാസം മഞ്ഞ് ആ ഗോൾഡൻ നിറത്തിലാണ്. നോക്കുമ്പോഴെല്ലാം ഓരോ ഓറ ഇങ്ങനെ ആ ഒരു എനർജി ഫീൽഡിലാണ് അവിടെ കാണുന്നത്. അപ്പം എന്തോ ഒരു ഇതായിരുന്നു സംഭവിച്ചത്. അതിന് ശേഷം ബസ്സിൽ തിരിച്ചു കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് തൊട്ട് പെരുക്കാൻ തുടങ്ങി. കാല് തൊട്ട് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞില്ലേ, ഷോക്ക് അടിക്കുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല. എന്നുവെച്ചാൽ